ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബെഞ്ചമിൻ ബെയ്ലി, അക്ഷരങ്ങളുടെ വൈദേശികൻ. ഇന്ന് നമ്മൾ ഓർത്തെടുക്കുന്നത് ഒരു മലയാളി അല്ലാത്ത, പക്ഷേ മലയാളത്തെ അതിൻ്റെ അക്ഷരങ്ങളിൽ ചേർത്ത് നിർത്തിയ ഒരു മഹത് വ്യക്തി, ബെഞ്ചമിൻ ബെയ്ലി. ഒരു പക്ഷേ നിങ്ങൾ കോട്ടയം CMS കോളേജ് കാണുമ്പോഴോ മലയാളത്തിലെ ആദ്യകാല നിഘണ്ടുകളെക്കുറിച്ച് വായിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിരിക്കാം. അതിനപ്പുറം ആരാണ് ബെയ്ലി? എങ്ങനെയാണ് അദ്ദേഹം മലയാളിക്ക് ഇത്രയേറെ പ്രിയങ്കരനായത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് സമയം സാക്ഷി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ബെഞ്ചമിൻ ബെയ്ലി 1791 ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമൊക്കെ നിറഞ്ഞതായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്നതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പഠനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ചെറുപ്പത്തിലെ തന്നെ വളരെ വലുതായിരുന്നു. പള്ളിയുടെ കീഴിലുള്ള സൗജന്യ പഠന കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അച്ചടി കാര്യം, ബൈൻഡിങ്, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നു. ഈ അനുഭവങ്ങളാണ് പിന്നീട് കോട്ടയത്ത് സ്വന്തമായി ഒരു പ്രസ് സ്ഥാപിക്കുന്നതിന്, അതിൻ്റെ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്നതിന് ഒക്കെ അദ്ദേഹത്തെ സഹായിച്ചത്. ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നാണ് ഭാഷയോടും അറിവിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹം രൂപപ്പെടുന്നത്. ഈ താല്പര്യമാണ് പിന്നീട് അദ്ദേഹത്തെ ഒരു മിഷണറി എന്ന നിലയിൽ ഇന്ത്യയിലേക്കും തുടർന്ന് കേരളത്തിലേക്കും എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ബെയ്ലി കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ത്യ മുഴുവൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ കീഴിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയം. സാമ്രാജ്യത്വ ശക്തികൾ പിടിമുറുക്കുന്നു. നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം നഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ആശ്രിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ 3 നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് മേധാവിത്വം അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. സാമൂഹികമായി ജാതി വ്യവസ്ഥ അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്ന സമയം. വിദ്യാഭ്യാസം, തൊഴിൽ, പൊതുവഴിയിലൂടെയുള്ള സഞ്ചാരം എന്നിവ പോലും ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ലഭിച്ചിരുന്ന അവകാശങ്ങൾ മാത്രമായിരുന്നു. അക്ഷരം എന്നത് ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കുത്തകയായിരുന്ന ഒരു സാഹചര്യം. സാധാരണക്കാർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് ഒരു വിദേശി അക്ഷരങ്ങളുടെ വെളിച്ചവുമായി ഇവിടേക്ക് വരുന്നത്. പ്രിയരെ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതം വെറുമൊരു ചരിത്രം അല്ല, ഒരു വിശ്വാസിയുടെ ആത്മത്യാഗത്തിൻ്റെ കഥ കൂടിയാണ്. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്ത് അറിവാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ വെളിച്ചം എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് ഒരു ദൈവ നിയോഗമായിരുന്നു. അജ്ഞതയുടെ ഇരുട്ടിൽ കഴിയുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള വിവരം അദ്ദേഹം കേട്ടറിഞ്ഞപ്പോൾ ഉള്ളിലെ ദൈവവിളി ശക്തമായി. ഞാൻ പോകുന്നു, എൻ്റെ അറിവ് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി. ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. 1816 നവംബർ 16
അദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം കൊച്ചിയിൽ കപ്പലിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒരു ഭാഷയുടെ ഭാവിയും ഒരു ജനതയുടെ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ 4 കുട്ടികളെയും അദ്ദേഹത്തിന് നഷ്ടമായി. കൂടാതെ കാലാവസ്ഥാപരമായ കാരണങ്ങളാൽ അദ്ദേഹവും ഭാര്യയും രോഗബാധിതരായി തീർന്നു. ഈ ദുരിതങ്ങൾക്കിടയിലും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. കാരണം ഇത് തങ്ങളുടെ ദൈവവിളിയുടെ ഭാഗമാണെന്ന് അവർ പൂർണ്ണമായും വിശ്വസിച്ചു, സമർപ്പിച്ചു. ബെയ്ലിയുടെ ഭാര്യ എലിസബത്ത് പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ ആ സമയം തുടങ്ങി. കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിച്ചു. അച്ചടി കാര്യങ്ങൾ പഠിപ്പിക്കാനും ജീവിക്കുവാനുമുള്ള മാർഗങ്ങൾ നൽകുവാനും അദ്ദേഹം അനാഥരെ ദത്തെടുക്കുകയും അടിമകളെ മോചിപ്പിക്കുകയും ചെയ്തു. ബെയ്ലിയുടെ മനുഷ്യസ്നേഹം അദ്ദേഹത്തെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രിയങ്കരനാക്കി. പ്രിയപ്പെട്ടവരെ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്ന ആ യുവ മിഷണറി ഏകദേശം 1.5 നൂറ്റാണ്ടിന് മുൻപ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കണ്ട ഏറ്റവും വലിയ വിപ്ലവത്തിന് തിരികൊളുത്തി. ഒരുപക്ഷെ ആ പഴയ കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ വിദ്യാഭ്യാസം എന്നത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രം ലഭിച്ചിരുന്ന ആഡംബരമായിരുന്നു. അറിവിൻ്റെ വാതിലുകൾ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം. ആയിരത്തി 1817 ചർച്ച് മിഷണറി സൊസൈറ്റി അഥവാ CMS ആണ് കോട്ടയം കോളേജ് സ്ഥാപിക്കുന്നത്. ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകിയത് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന കേണൽ ജോൺ മൺട്രോ ആയിരുന്നു. CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോളേജ് സ്ഥാപിക്കപ്പെട്ടത്. ഈ കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. തദ്ദേശീയ ഭാഷ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. വിദ്യാസമ്പന്നരായ മലയാളികൾ കുറവായിരുന്നു. കൂടാതെ അച്ചടിക്കുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കുവാൻ ഒരു പ്രസ്സും ഇല്ലായിരുന്നു. എന്നാൽ ഈ വെല്ലുവിളികളൊന്നും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ മുന്നിൽ ഒരു തടസ്സമായില്ല. ബെയ്ലി തൻ്റെ ആത്മീയ ദൗത്യം വിദ്യാഭ്യാസത്തിലൂടെ നിറവേറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കൊച്ചു കെട്ടിടത്തിൽ ആരംഭിച്ച ആ വിദ്യാലയം കേരളത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. ബെഞ്ചമിൻ ബെയ്ലി കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഒരു വലിയ മാറ്റത്തിന് നേതൃത്വം നൽകി. അക്കാലത്ത് കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത് പോലും ബെഞ്ചമിൻ ബെയ്ലിയാണെന്ന് പറയപ്പെടുന്നു. ഇത് വെറുമൊരു ഭാഷാ പഠനം ആയിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ അറിവുകളിലേക്ക് മലയാളിക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. ബെയ്ലിയുടെ ദീർഘവീക്ഷണം വിദ്യാഭ്യാസത്തെ ഏതാനും ചിലരുടെ കുത്തകയിൽ നിന്ന് സാധാരണക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ സഹായിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് ഒരുപക്ഷെ ആ ചെറിയ വിദ്യാലയത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ് തുടക്കമുണ്ടായത് എന്ന് പറയേണ്ടി വരും. ബെയ്ലിയുടെ ജീവിതം വെറും അക്കാദമിക പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ നേട്ടങ്ങൾക്കും പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥകളുണ്ട്. തിരുവിതാംകൂർ റെസിഡൻറ്റും ദിവാനുമായിരുന്ന കേണൽ ജോൺ മൺട്രോയുടെയും ബെഞ്ചമിൻ ബെയ്ലി ഉൾപ്പെടെയുള്ള കോട്ടയം മിഷണറിമാരുടെയും നിരന്തര സമ്മർദ്ദത്തിൻ്റെ ഫലമായി CMS ഹോം കമ്മിറ്റി
ഇംഗ്ലണ്ടിൽ നിന്ന് അച്ചടി യന്ത്രവും ഇംഗ്ലീഷ് ടൈപ്പുകളും കോട്ടയത്തിലേക്ക് അയച്ചു. ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പലിൽ കൊണ്ടുവന്ന അച്ചടി യന്ത്രങ്ങൾ ആലപ്പുഴ തുറമുഖത്ത് ഇറക്കി കാളവണ്ടികളിൽ കോട്ടയത്ത് എത്തിക്കുമ്പോൾ പല യന്ത്രഭാഗങ്ങളും നഷ്ടപ്പെട്ടു. സാധാരണ ഒരാൾക്ക് അതൊരു വലിയ തിരച്ചടി ആയേനി. എന്നാൽ ബെയ്ലി തളർന്നില്ല. ഒരു എൻജിനീയറിംഗ് വിദഗ്ധനെ പോലെ ആ യന്ത്രഭാഗങ്ങൾ കണ്ടെത്തി സ്വന്തമായി അച്ചടിശാല അദ്ദേഹം നിർമ്മിച്ചു. കോട്ടയത്ത് CMS പ്രസ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ അച്ചടിശാലയാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല. ഈ പ്രസ്സിനെ ഒരു ബഹുഭാഷാ മുദ്രണാലയമാക്കി വളർത്തുകയും അവിടെ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തി പുസ്തക പ്രസ്ഥാനത്തിന് സുപ്രതിഷ്ഠ നൽകുകയും അദ്ദേഹം ചെയ്തു. അച്ചടിക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന 3 തരം അച്ചുകൾക്ക് പകരം അദ്ദേഹം പൂർണ്ണമായും ഒരു പുതിയ ഫോണ്ട് നിർമ്മിച്ചു. ഇത് അച്ചടിയെ കൂടുതൽ പ്രസിദ്ധമാക്കുകയും അച്ചടിക്കുള്ള ചിലവ് പകുതിയായി കുറയ്ക്കുകയും ചെയ്തു. ടൈപ്പോഗ്രഫിയുടെ തത്വങ്ങൾ പഠിച്ച് ഒരു ബേസ് ലൈൻ സങ്കല്പിച്ച് അക്ഷരങ്ങൾക്ക് ഒരുപോലുള്ള രൂപം നൽകിക്കൊണ്ട് മലയാളം ടൈപ്പോഗ്രാഫിക്ക് ശാസ്ത്രീയമായ ഒരു ഘടന നൽകിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെയ്ലിയുടെ ഏറ്റവും വലിയ സംഭാവനകൾ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രസാധന പ്രവർത്തനങ്ങൾ സമയബന്ധിതവും ആസൂത്രിതവും ആയിരുന്നു. അച്ചടിയിൽ എന്ന പോലെ വേദപുസ്തക പരിഭാഷയിലും ബെയ്ലി അപൂർവമായ ഒരു വഴിയാണ് പിന്തുടർന്നത്. സാഹിത്യ രചനയ്ക്കുതകുന്ന ഗദ്യഭാഷ ഇല്ലാതിരുന്ന ആ പരിമിതി പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒരുപോലെ സ്വീകാര്യമായ മധ്യമാർഗ ഗദ്യരീതി ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം മറികടന്നു. റമ്പാൻ ബൈബിളിൻ്റെ മാതൃകയിൽ നടത്തിയ പരിഭാഷ ഉപേക്ഷിച്ച് സ്വന്തം നിലയിൽ അദ്ദേഹം വേദപുസ്തക ഗ്രന്ഥങ്ങൾ മുഴുവനും പരിഭാഷപ്പെടുത്തി. 1829 വേദപുസ്തകത്തിലെ പുതിയ നിയമം മുഴുവനും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. അതിനു മുൻപ് തന്നെ വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷങ്ങൾ ഉൾപ്പെടെ പല ഗ്രന്ഥങ്ങളും 5000 കോപ്പി വീതം അച്ചടിച്ച് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. സത്യവേദപുസ്തകത്തിലുള്ള കഥകൾ തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടനവധി കൃതികളും ബെയ്ലി പരിഭാഷപ്പെടുത്തി. ഭാഷയിൽ കോശഗ്രന്ഥങ്ങൾ ഇല്ലാത്ത കുറവ് പരിഹരിച്ച ആദ്യ നിഘണ്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. 1846 എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്യൽ മലയാളം എന്ന നിഘണ്ടുവും 1849 എ ഡിക്ഷണറി ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്ന നിഘണ്ടുവും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഈ നിഘണ്ടുകളിൽ സംസ്കൃത പദങ്ങൾക്ക് അവയുടെ യഥാർത്ഥ അർത്ഥത്തിനു പുറമെ മലയാളത്തിലെ ഉപയോഗങ്ങൾ വഴി ലഭിച്ച സാന്ദർഭിക അർത്ഥങ്ങളും അദ്ദേഹം നൽകി. ബെയ്ലിയുടെ അച്ചടിശാല കേരളത്തിലെ ആധുനിക പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിനും വഴിയൊരുക്കി. ജ്ഞാനനിക്ഷേപം എന്ന കേരളത്തിലെ ആദ്യത്തെ ആധുനിക പത്രം അച്ചടിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രസ്സിൽ നിന്നായിരുന്നു എന്ന് പ്രേക്ഷകർക്കറിയാം എന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ബെഞ്ചമിൻ ബെയ്ലിയുടെ ജീവിതം വെറുമൊരു ചരിത്ര സംഭവം അല്ല. അത് നമുക്ക് ഓരോരുത്തർക്കും പഠിക്കുവാനുള്ള ഒരു പാഠപുസ്തകമാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് തുടങ്ങി പരിമിതമായ സാഹചര്യങ്ങളിൽ പഠിച്ച അദ്ദേഹം ലോകോത്തര നിലവാരത്തിലുള്ള അച്ചടിശാലയും നിഘണ്ടുവും നിർമ്മിച്ചു.
അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് ലക്ഷ്യബോധം ഉണ്ട് എങ്കിൽ ഒരു തടസ്സവും നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ മതിലായി നിൽക്കില്ല എന്നാണ്. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ദുരിതങ്ങളെയും രോഗങ്ങളെയും അദ്ദേഹം അതിജീവിച്ചത് തൻ്റെ ദൗത്യത്തിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഭാഷയും ഒരു സംസ്കാരവും സ്വന്തമായി ഇല്ലാതിരുന്നിട്ടും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നമ്മൾ ചെയ്യുന്ന ജോലികളോടും നമ്മൾ ഉൾച്ചേരുന്ന സമൂഹത്തോടും ഇതേ സമർപ്പണം കാണിക്കുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. വിദ്യാഭ്യാസം ചിലരുടെ മാത്രം കുത്തകയായിരുന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കും അറിവ് ലഭ്യമാക്കണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബെയ്ലി. നമുക്ക് ചുറ്റും കാണുന്ന അസമത്വങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ പോലും നമ്മൾ ശ്രമിച്ചാൽ വലിയ വിപ്ലവങ്ങൾക്ക് അത് തുടക്കമിടും. ബെഞ്ചമിൻ ബെയ്ലി ഒരു ഉന്നത വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ വലിയവനാക്കിയത് തൻ്റെ ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ കഠിന അധ്വാനവുമാണ്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ബെയ്ലിയായി മാറാൻ സാധിക്കുമെന്നതും നമ്മൾ മനസ്സിലാക്കണം. ബെയ്ലിയുടെ പ്രവർത്തനങ്ങൾ മലയാള സാഹിത്യത്തിനും അന്നേരം സാംസ്കാരിക മേഖലയ്ക്കും വലിയ ഉണർവ് നൽകുകയുണ്ടായി. അച്ചടിയിലൂടെ പുസ്തകങ്ങളും പത്രങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ തുടങ്ങി. ഇത് സാക്ഷരത വർദ്ധിപ്പിക്കുവാനും അറിവ് കൂടുതൽ വേഗത്തിൽ പ്രചരിക്കുവാനും കാരണമായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഒരടിത്തറയായി മാറി എന്നതിൽ യാതൊരു തർക്കവുമില്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കിയത് സമൂഹത്തിലെ അസമത്വങ്ങൾ കുറയ്ക്കുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടോളം കേരളത്തിൽ സേവനം ചെയ്ത ശേഷം 1850 രോഗബാധിതനായി അദ്ദേഹം തിരികെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. 1871 ബെയ്ലി തൻ്റെ 80ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിന് അടുത്തുള്ള ഷെയ്ൻടണിലെ സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ബെഞ്ചമിൻ ബെയ്ലിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ഈ നിമിഷങ്ങൾ ഒരുപക്ഷെ വെറും വിവരങ്ങൾക്കപ്പുറം ഒരാത്മാവിൻ്റെ യാത്രയുടെ സത്യസന്ധമായ നേർക്കാഴ്ചകളാണ്. ഇംഗ്ലണ്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു ബാലൻ തൻ്റെ ജീവിതം അറിവിനും സ്നേഹത്തിനും വേണ്ടി സമർപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് ഒരു ഭാഷയുടെ, ഒരു ജനതയുടെ, ഒരു സംസ്കാരത്തിൻ്റെ തന്നെ വിധിയെ മാറ്റിയെഴുതി. നമ്മുടെ മുന്നിൽ ഇന്ന് അക്ഷരങ്ങൾ തെളിമയോടെ നിൽക്കുന്നു എങ്കിൽ, അച്ചടിച്ച പുസ്തകങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ പിന്നിൽ ബെയ്ലി എന്ന ആ മഹാരഥൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെയും ഒരു കഥയുണ്ട്. സ്വന്തം മക്കളെ ഈ മണ്ണിൽ നഷ്ടപ്പെടുമ്പോഴും അദ്ദേഹം ഈ നാടിനെ തൻ്റെ മണ്ണായി സ്വീകരിച്ചു. അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ഈ ജനതയെ അദ്ദേഹം കൈപിടിച്ചുയർത്തി. ബെഞ്ചമിൻ ബെയ്ലി എന്ന ഒരു വ്യക്തി ഒരു ചരിത്ര പുസ്തകത്തിലെ കേവലം ഒരു പേജ് മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു ദീപമായിരുന്നു. സ്വയം ഉരുകിത്തീർന്ന്
ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകിയ ഒരു ദീപം. ഇന്ന് കോട്ടയത്തെ ആ കോളേജിൻ്റെ ഇടനാഴികളിലൂടെ നടക്കുമ്പോഴോ ഒരു നിഘണ്ടുവിൻ്റെ താളുകൾ ആവേശത്തോടെ മറിക്കുമ്പോഴോ ഓർക്കുക, ഇത് ഒരു വിദേശിയുടെ ആത്മത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമാണ്. ഒരു വൈദേശികനായി ഇവിടെ എത്തി ഈ നാടിൻ്റെയും ഭാഷയുടെയും വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ആ വലിയ മനുഷ്യനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ സമയം സാക്ഷി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.